മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ദുരന്തമേഖലയിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തിയപ്പോൾ ലാളിച്ച ആ കുരുന്നിനെ ഓർമ്മയില്ലേ? നൈസാമോൾ. മോളും കുടുംബവും ഇന്ന് മേപ്പാടിയിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. നൈസാമോളെ ആരും തന്നെ മറക്കില്ല. ഇന്നലെ ചൂരൽമല ദുരന്തത്തിന്റെ 1-ാം ആണ്ടായിരുന്നു. നൈസാമോൾക്ക് ആ ദുരന്തത്തിൽ നഷ്ടമായത് സ്വന്തം ഉപ്പയെയും സഹോദരിമാരെയുമാണ്. ഇപ്പോൾ ഉമ്മയ്ക്കും മറ്റു ബന്ധുക്കൾക്കുമൊപ്പമാണ് നൈസാമോൾ താമസിക്കുന്നത്. ഉപ്പയുടെയും സഹോദരങ്ങളുടെയും ജീവൻ നഷ്ടമായ ചൂരൽമലയിൽ ഇന്നലെ അവരെ കാണാൻ നൈസാമോളും എത്തിയിരുന്നു. അവളുടെ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന നഷ്ടം എന്തെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം അവൾക്ക് ആയിട്ടില്ല. വെറും 4 വയസ്സ് മാത്രമാണ് നൈസാമോളുടെ പ്രായം. എങ്കിലും അത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന ഉപ്പയും സഹോദരിമാരെയും ഇപ്പോൾ അവൾക്ക് കാണാൻ കിട്ടുന്നില്ല. ഉപ്പയും സഹോദരിമാരെയും ചോദിക്കുമ്പോൾ അവർ പടച്ചോന്റെ അടുത്ത് പോയിരിക്കുകയാണ് എന്നാണ് ഉമ്മ ജസീല പറഞ്ഞു നൽകിയിരിക്കുന്നത്. രാവിലെ ഉറക്കമുണർന്നാൽ എന്നും അവരെക്കുറിച്ചാണ് നൈസ ചോദിക്കാറ്. എല്ലാ ദിവസവും ഉപ്പയെയും സഹോദരിമാരെയും സ്വപ്നത്തിൽ കൊണ്ടുവരാത്തത് എന്നാണ് നൈസമോളുടെ പരിഭവം. പക്ഷേ ഈ പരിഭവത്തിനും ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ജസീലയ്ക്ക് കഴിയില്ല. എല്ലാ സങ്കടവും അടക്കിപ്പിടിച്ച് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കും. ഇന്നലെ ഉപ്പയെയും താത്തമാരെയും അടക്കിയിരിക്കുന്ന സ്ഥലത്ത് ഉമ്മയ്ക്കും മറ്റു ബന്ധുക്കൾക്കും ഒപ്പമാണ് നൈസാമോളും എത്തിയത്. കൂടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഉണ്ടായിരുന്നു. എല്ലാവരും അതീവ ദുഃഖത്തോടെയാണ് ഉപ്പ ഷാജഹാന്റെയും ഇത്താത്തമാരുടെയും കബറിടത്തിന് മുന്നിൽ എത്തിയത്. എല്ലാവരും സങ്കടത്തിലായിരുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന പൂക്കൾ ഉപ്പയുടെ കബറിടത്തിന് മുന്നിൽ വെച്ചപ്പോൾ അവിടെ കൂടെ നിന്നവരെല്ലാം ദുഃഖത്തിലായി. ആ പൂക്കൾ കൊണ്ടാണ് അവൾ തന്റെ സ്നേഹവും ഓർമ്മയും ഉപ്പയ്ക്ക് സമർപ്പിച്ചത്. ഉപ്പ ഇനി വരില്ല എന്ന് അവൾ മുന്നോട്ടു പോകുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അവളുടെ നഷ്ടം എത്ര മാത്രമായിരുന്നുവെന്ന് അവൾ ഇനി മുന്നോട്ട് ജീവിക്കുമ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങും. പൂക്കൾ സമർപ്പിച്ചതിന് ശേഷം എല്ലാവരും അവളെ കോരിയെടുത്തു. അവളെ എടുക്കാൻ മത്സരിച്ചു. പക്ഷേ അപ്പോഴും അവളുടെ കണ്ണ് ഉപ്പയുടെ കബറിടത്തിലായിരുന്നു. പൂച്ചെണ്ട് നൽകാനായി അവൾ താഴെ ഇറങ്ങിയ ശേഷം ഉപ്പയ്ക്ക് ഒരു ഉമ്മ നൽകി. അത് കണ്ടപ്പോൾ അവിടെ കൂടെ നിന്ന എല്ലാവരും അടക്കിപ്പിടിച്ചിരുന്ന സങ്കടം കണ്ണീരായി അണപൊട്ടി ഒഴുകി. ആ ദൃശ്യം ആർക്കും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആ ദുഃഖത്തിൽ നിന്നെല്ലാം കുഞ്ഞു ചോദ്യങ്ങളുമായി അവൾ കയറി വരികയാണ്. നാടും നാട്ടുകാരുമെല്ലാം അവൾക്കിന്ന് ഉപ്പയും രക്ഷിതാക്കളുമാണ്. ഇതൊക്കെ അതിജീവിച്ച് നൈസാമോളുടെ ഉമ്മ മുന്നോട്ടു പോകുമ്പോഴും ഒരു ദുഃഖം ജസീലയ്ക്ക് ബാക്കിയാവുകയാണ്. നൈസാമോൾക്ക് അറിയില്ലായിരുന്നു കുത്തിയൊലിച്ചു പോകുന്ന ചെളിയിൽ നിന്നും ഉമ്മ വാരിയെടുത്ത് ആരുടെയോ കൈകളിലേക്ക് പിന്നീട് പോകുമ്പോൾ ഉപ്പയും ഇത്താത്തമാരും എല്ലാം തന്നെ വിട്ടുപോയെന്ന്. പലരെയും രക്ഷിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷാജഹാൻ 2-ാമത്തെ പൊട്ടലിലാണ് ഉരുളിനൊപ്പം പോയത്. പാഞ്ഞൊലിച്ചു വന്ന മലവെള്ളപ്പാച്ചിലിനെ വകഞ്ഞുമാറ്റി ഉമ്മയ്ക്കൊപ്പം നീന്തിക്കരക്കടിഞ്ഞ നൈസാമോളും കുടുംബവും ഇപ്പോഴും വാടക വീട്ടിലാണ്. വാടക സർക്കാർ നൽകുന്നുണ്ടെങ്കിലും ഇതെത്ര കാലമുണ്ടാകുമെന്ന ആശങ്ക ഇവരെ അലട്ടുന്നുമുണ്ട്. പ്രധാനമന്ത്രി അടക്കം എല്ലാം ശരിയാകുമെന്ന് നേരിട്ടെത്തി ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ലെന്ന് പറയുന്ന ഇവർ ടൗൺഷിപ്പിലെ വീടിനായുള്ള കാത്തിരിപ്പിലാണ്. രാത്രി ഉപ്പയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങാറ്. ഉപ്പയുടെ തിരിച്ചുവരവിനായി മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും ചെയ്യും നൈസാമോൾ. അവൾക്കറിയില്ലല്ലോ തിരിച്ചുവരാനാകാത്ത ലോകത്തേക്കാണ് ഉപ്പയും സഹോദരങ്ങളും പോയതെന്ന്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.